ഗാസയിൽ വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രായേൽ ആക്രമണം തുടരുന്നു. ലെബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം രൂക്ഷമാകുന്നു. അതിനിടയിൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ് ഇസ്രായേൽ. സൈനികരുടെ കുറവാണ് ഇസ്രായേലിനെ വലയ്ക്കുന്നത്. യുദ്ധ യൂണിറ്റുകൾക്കായി 7000 പേർ ഉൾപ്പെടെ 12000 സൈനികരെ കൂടി റിക്രൂട്ട് ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ സൈന്യം. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ സൈന്യം വ്യോമ കര ആക്രമണം ശക്തമാക്കി. മേഖലയിൽ സംഘർഷം രൂക്ഷമായതോടെയാണ് സൈനികരെ റിക്രൂട്ട് ചെയ്യാനുള്ള നടപടികളുമായി ഇസ്രായേൽ സൈന്യം മുന്നോട്ട് പോകുന്നത്. ലെബനനിൽ ഹിസ്ബുള്ള ശക്തി പ്രാപിക്കുകയാണ്. ശനിയാഴ്ച ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് ഇസ്രായേൽ അമേരിക്കയ്ക്ക് നൽകി. ലെബനൻ സൈന്യത്തിനും ഇസ്രായേൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ തടയാൻ ലെബനൻ സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇസ്രായേൽ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഇസ്രായേൽ അറിയിച്ചു. കഴിഞ്ഞ ആഴ്ചയാണ് ഹിസ്ബുള്ള തീകൊണ്ട് കളിക്കുന്നുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആരോപിച്ചത്. ഗ്രൂപ്പിനെ നിരായുധീകരിക്കാത്തതിന് ലെബനൻ പ്രസിഡന്റിനെ വിമർശിക്കുകയും ചെയ്തു. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനും തെക്കൻ ലെബനനിൽ നിന്ന് നീക്കം ചെയ്യാനുമുള്ള ബാധ്യത ലെബനൻ സർക്കാരിനുണ്ടെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞത്. ഹമാസും ഹൂതികളും ആക്രമണം തുടരുമ്പോൾ നിശബ്ദരായിരുന്നു ഹിസ്ബുള്ള. നേതാക്കളെ തെരഞ്ഞുപിടിച്ചില്ലാതാക്കിയാണ് ഇസ്രായേൽ ഗ്രൂപ്പിനെ നിശബ്ദമാക്കിയത്. എന്നാൽ ഇസ്രായേലിന് വലിയ ഭീഷണി ഉയർത്തി ഹിസ്ബുള്ള മേഖലയിൽ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. അതിനിടെ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന ഇസ്രായേലിൻ്റെ കപ്പലുകൾ ആക്രമിക്കുന്നത് നിർത്തിവെച്ചുവെന്ന് യമനിലെ ഹൂതി വിമതർ അറിയിച്ചു. ഇസ്രായേലിന് വലിയ പ്രതിരോധം സൃഷ്ടിച്ച ഗ്രൂപ്പാണ് ഹൂതി വിമതർ. ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലായതിനെ തുടർന്നാണ് തീരുമാനമെന്ന് ഹമാസിൻ്റെ ഹസാം ബ്രിഗേഡിന് അയച്ച കത്തിൽ ഹൂതികൾ പറയുന്നു. ഈ കത്ത് പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ വെടിനിർത്തൽ ധാരണ ലംഘിച്ചാൽ വീണ്ടും കപ്പലുകൾ ലക്ഷ്യമിടുമെന്നും ഹൂതികൾ അറിയിച്ചു. ഹൂതി സൈന്യത്തിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ യൂസഫ് ഹസൻ അൽ മദനിയുടെ പേരിലാണ് കത്ത് പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഈ കത്ത് കൂടാതെ ഇസ്രായേലിൻ്റെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം നിർത്തിയെന്നതിൽ ഔദ്യോഗികമായി ഹൂതികൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇസ്രായേൽ സൈന്യവും ഇതിനോട് പ്രതികരണം അറിയിച്ചിട്ടില്ല. ഇസ്രായേൽ ഹമാസ് യുദ്ധകാലത്താണ് ഹൂതികൾ ഇസ്രായേലിൻ്റെ കപ്പലുകളെ ആക്രമിച്ചു തുടങ്ങിയത്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതികരണമായിട്ടാണ് ആക്രമണമെന്നാണ് ഹൂതികൾ പറഞ്ഞത്. ഒക്ടോബർ 10 ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ചെങ്കടലിലൂടെ കടന്നുപോകുന്ന ഒരു കപ്പലുകളെയും ഹൂതികൾ ആക്രമിച്ചിട്ടില്ല. ഹൂതികൾ ഇതുവരെ നടത്തിയ ആക്രമണങ്ങളിൽ 9 നാവികരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. 4 കപ്പലുകളെ ഹൂതികൾ സമുദ്രത്തിൽ മുക്കുകയും ചെയ്തു.